ഹെലികോപ്റ്ററിൽ വരുന്നു. 17 UDF, 3 LDF. 19-1 എന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ നിലയിൽ നിന്ന് ഏറെയൊന്നും പിന്നോട്ടു പോകാത്ത ജയം UDF-നുണ്ടാകും. 15 മുതൽ 18 വരെ സീറ്റുകൾ. UDF-ന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, തൃശൂർ, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF-ന് എന്ന് ഈ സർവേ പറഞ്ഞപ്പോ LDF കണ്ണൂർ, വടകര, പാലക്കാട്. 400 സീറ്റ് എന്ന മോദിയുടെ സ്വപ്നം അകലത്താണെങ്കിലും 360 മുതൽ 390 വരെയുള്ള സീറ്റുകൾ നേടി NDA അധികാരത്തിൽ തുടരും. 125 മുതൽ 145 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയിൽ അവസാനിക്കും. 390 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിയെ മറികടന്ന് NDA നേടാമെന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയുടെ ആഗ്രഹം. 3 ദിവസമായി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട 2ാം ഘട്ട സർവേയുടെ ചുരുക്കം ഇങ്ങനെയാണ്. അവസാന ലാപ്പിൽ പുറത്തുവിട്ട 6 മണ്ഡലങ്ങളിൽ തൃശൂരിലേതാണ് രസകരമായ പോരാട്ടം നടക്കുന്നത്. തൃശൂർ പൂരത്തിന് കൊടികയറിയ തൃശൂരിൽ ആര് വിജയിയാകും? വരട്ടെ. തൃശൂരിൽ കെ. മുരളീധരൻ സർപ്രൈസ്. മുരളീധരൻ മുന്നിൽ, സുരേഷ് ഗോപി 3ാമത് എന്ന് കണക്കുകൾ. എന്നാൽ മുരളിക്കും സുനിൽകുമാറിനും തമ്മിൽ 2% മാത്രം വ്യത്യാസം. സുനിൽകുമാറിനും സുരേഷ് ഗോപിക്കും തമ്മിൽ 1% മാത്രം വ്യത്യാസം. എങ്ങോട്ടും അറിയാവുന്ന സ്ഥിതി. അക്ഷരാർത്ഥത്തിൽ ടൈറ്റ് ഫൈറ്റ് ആണ് തൃശൂരിൽ എന്തും സംഭവിക്കാമെന്ന് അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ മാർച്ച്. 60% രാഹുൽ ഗാന്ധി, 25% ആനി രാജ, കെ. സുരേന്ദ്രൻ 12%. മാവേലിക്കരയിലും ആറ്റിങ്ങിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. രണ്ടിടത്തും നേരിയ മുൻതൂക്കം UDF. ആറ്റിങ്ങലിൽ ഇതാ അടൂർ പ്രകാശ് ലീഡ് നിലനിർത്തുന്നു. പക്ഷേ കേവലം ഒരൊറ്റ പോയിന്റ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് 42% പേരുടെ പിന്തുണയുണ്ട്. ഫ്രാൻസിസ് ജോർജ്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ നിസ്സംശയം മുന്നേറുമെന്നും പ്രവചനം. ചാലക്കുടിയിൽ നോക്കൂ, ബെന്നി ബെഹന്നാന് മികച്ച 50% അദ്ദേഹം സ്വന്തമാക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. 5% ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.